ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഈ വിഷു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കാർഷിക ഉത്സവമാണല്ലോ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ്. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും ഇവിടെയുള്ള എല്ലാം ഈ പ്രപഞ്ചം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവല്ലെന്നൊരു ഉൽപ്പത്തിയുടെ ഗ്രഹമെന്നറിയപ്പെടുന്ന വീനസ്, ജൂപ്പിറ്റർ. അപ്പം ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹമാണ് ഇവിടെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ എല്ലാ നന്മകളും കാര്യങ്ങളും മനുഷ്യൻ്റെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതുമെല്ലാം ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ഗ്രഹമാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ടെക്നോളജിയാണ് ഏറ്റവും വലിയ വില്ലൻ അല്ലെന്നൊരു ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ. സപ്പോസ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ അതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ, നമുക്കിപ്പം പണ്ടത്തെ വണ്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാധാ വണ്ടിയായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി വന്നു. ഇലക്ട്രിക് വണ്ടി വന്നപ്പോഴത്തേന് ഇത്രയും കമ്പനികൾ ഈ ഉള്ള കാർ മാനുഫാക്ചറിങ് ഉള്ള ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കമ്പനികൾക്ക് അടച്ചുപൂട്ടേണ്ടതായിട്ടുള്ള സ്ഥിതി. കാരണം അവരുടെ ഒരുപാട് മോൾഡ് ഇത്ര നാളത്തെ ഇതിൻ്റെ ആയിട്ടുണ്ടാക്കിയ സ്റ്റോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതേമാതിരി നിസ്സാരം ഇപ്പം നോക്കിയേ, ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചോടെ പണ്ടത്തെ പ്ലഗ് വയർ അല്ലെ കാർബറേറ്റർ അങ്ങനെയൊക്കെ ഉള്ള വണ്ടിയുടെ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഓരോ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഫുജി ഫിലിംസ് നിങ്ങൾക്കറിയാം, പണ്ട് ഡിജിറ്റൽ ടെക്നോളജി വന്നു. ആ ഫുജി ഫിലിം എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഏതാണ്ട് 50,000-ൽ കൂടുതൽ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ജോലി ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി വർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായിരുന്ന ഈ ഒരു ടെക്നോളജിയുടെ മാറ്റം കൊണ്ട് ഒരു കമ്പനി തന്നെ ബാങ്ക്രപ്റ്റായിട്ട് പോകേണ്ടതായിട്ടുള്ള വന്നു. പക്ഷേ എന്ന് പറയുക, അതുപോലെ പണ്ടത്തെ നോക്കിയ ഫോണ് ഒരുപാട് എന്നാൽ ഈ ഒരു സമയത്ത് ഒരുപാട് ഈ കാലത്തിൻ്റെ കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഉൾക്കൊണ്ട ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ലെവലിൽ നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ അതും കൂടെ നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. സപ്പോസ് അതേമാതിരി ബി എസ് എൻ എൽ നോക്കിക്കഴിഞ്ഞാൽ കേബിളിൻ്റെയാണ് എന്തുമാത്രം കേബിൾ, കോടാനുകോടി രൂപയുടെ കേബിളുകൾ എല്ലാം കുഴിയെടുത്തിട്ടെല്ലാം റോഡിൽ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാണ് ഈ മൊബൈൽ ടെക്നോളജി വന്നപ്പോഴത്തേന് അവരുടെ ആ കോടാനുകോടി പൈസ നഷ്ടമായി. പിന്നെ ഒരുപാട് ആൾക്കാരെ പിരിച്ചുവിടേണ്ടതായിട്ടൊക്കെ ഉള്ള ഒരു പല രീതിയിലുള്ള സിറ്റുവേഷൻ വന്നു. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനം ആയതുകൊണ്ട് പിടിച്ചു നിന്ന്. വേറൊരു സെക്ടർ ആയിരുന്നെങ്കിൽ കംപ്ലീറ്റ് കൂട്ടിപ്പോകേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നേനെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈഫ് ഇല്ലേ ജീവിക്കാം, വൈഫൈ ഇല്ലേ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ മാതിരിയുള്ള സിറ്റുവേഷനാണ്. വൈഫൈ ഇല്ലേ ജീവിക്കാൻ പറ്റാത്ത മാതിരിയുള്ള സിറ്റുവേഷൻ എന്ന് അത്ര ഒരു മാറ്റങ്ങളാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതൊരു ആമുഖമായിട്ട് പറയാനുള്ളതിൻ്റെ കാരണം എന്നാണ് എവരിതിങ് ഈസ് ഇൻ ഫിംഗർ ടിപ്പ്. ഇപ്പോൾ കാലത്തിൻ്റെ കാലാനുസൃതമായിട്ടുള്ള പല മാറ്റങ്ങളും നമ്മളും ഉൾക്കൊള്ളണം. പ്രത്യേകിച്ച് ഈ AI യുഗത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് ഈ ഒരു വിഷുവിനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ജ്യോതിഷമാണോ അതോ കമ്പ്യൂട്ടറാണോ, എന്താ ഈ പറയുന്നത്, എന്താ ഈ പറയുന്നത്? പക്ഷെ എന്ന് വരി നോക്ക്, ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആകണം. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നോക്ക്, ഇത്ര ടെക്നോളജി മാറി. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയുമ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഏതാണ്ട് 55% ഓഫ് ദ ഇൻഡസ്ട്രി ക്ലോസ് ഡൗൺ ചെയ്യുക. അതായത് ഏതാണ്ട് ചെറുകിട വ്യാപാരം എന്ന് പറഞ്ഞാൽ 55%. അപ്പോൾ 55% എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെറുകിട സ്ഥാപനങ്ങളെ അടച്ചു പൂട്ടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഇന്നത്തെ സമയത്ത് നിലനിൽക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അവിടെ വൻകിട കുത്തകകളായിട്ടുള്ള കമ്പനികൾ, പിന്നെ ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റൽ മാർക്കറ്റിങ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. അപ്പോൾ ആ ഒരു കാലാനുസൃത മാറ്റം നിങ്ങളും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റുവിൻ ചട്ടങ്ങളെ, അതുമല്ലെങ്കിൽ നിങ്ങളെ അത് മാറ്റുവിൻ നിങ്ങളെ തന്നെ കുമാരനാശാൻ പറഞ്ഞതുപോലെ നമുക്ക് പറയേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരാതെ നിങ്ങൾ ഈ ഇതിൻ്റെ കാര്യം കുറച്ച് ഉൾക്കൊണ്ട് കാര്യങ്ങൾ കുറച്ച് പഠിക്കാനും എടുക്കാനും ആ ഒരു രീതിയിൽ ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം നോക്കിയാൽ ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞാൽ നേർവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ബ്രെയിനിലൊക്കെ അല്ലെന്നൊരു നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ചിപ്പ് ജസ്റ്റ് കയ്യെ മാത്രം വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു മനുഷ്യനെ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയല്ല മനുഷ്യൻ്റെ തിങ്കിങ്, മനുഷ്യൻ്റെ ചിന്താധാരകളെയൊക്കെ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരിക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ടെക്നോളജി ചേഞ്ച് ചെയ്യുക, അല്ലെ AI ടെക്നോളജി. അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ട് നമ്മളും അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പഠിക്കണം, പല കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒറ്റ വീഡിയോയ്ക്കകത്ത് എല്ലാ A to Z 1 man ഷോ. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, അതേമാതിരി ഓരോ യൂട്യൂബിൻ്റെ ചെയ്യുന്ന ഓരോ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അല്ലെന്നൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട AI വീഡിയോസ് ഉണ്ടാക്കുന്നത്, എല്ലാം നമ്മളൊറ്റ അതായത് പല ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ടെക്നിക്ക് യൂസ് ചെയ്യുന്ന ഇന്ത്യയിലൊരു ചാനൽ നിങ്ങൾക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയല്ല, അത് 100%. പിന്നെ നോക്കൂ, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലെ പറയുന്ന ഓരോ കാര്യങ്ങളും പോയിന്റ് പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുകയില്ല ടെക്നിക്കലി വാട്ടവർ. പിന്നെ ഞാനായാലും എൻ്റെ യൂട്യൂബൊക്കെ ചാനൽ തുടങ്ങാൻ വേണ്ടി ഒരുപാട് ലേറ്റായി. അല്ലെന്നൊരു നമ്മളൊക്കെ ഇപ്പം നല്ല ഒരു ലെവലിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ എത്തിയതിനെ എന്തായാലും കൊള്ളാം. ഇപ്പം നമുക്ക് ഈ ഒരു ടെക്നോളജിയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ബന്ധപ്പെട്ടായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്നൊരു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനോ എടുക്കാനോ അല്ലെന്നൊരു എല്ലാം കഴിവുമുണ്ട്. കാരണം എല്ലാം നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. കാരണം ഒരു മൊബൈൽ മാത്രം മതി. അതായത് ഒരു മൊബൈൽ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ഇൻ ഫിംഗർ ടിപ്പ്, വിരൽത്തുമ്പിലാണ് നമ്മുടെ എല്ലാം. അപ്പോൾ ആ ഒരു വിരൽത്തുമ്പ് കൊണ്ട് ലോകത്തിൻ്റെ അങ്ങേ അറ്റം വരെ എത്താനുള്ള ഒരു കഴിവ് ഞാൻ അന്നേ തന്നെ നോക്കിയാൽ ഇപ്പോൾ എൻ്റെ ഈ ഒരു യൂട്യൂബ് ഞാൻ ഈ സംസാരിക്കുന്ന നിങ്ങളെല്ലാവരും കേട്ടോണ്ടിരിക്കുക. ഞാൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു റൂമിൽ ഇരുന്നിട്ട് എനിക്ക് ഇവിടുന്ന് US എന്നുള്ള അപ്പോയിൻമെൻറ്റ് അല്ലെന്നൊരിയിൽ ബഹ്റിൻ, ഖത്തർ, ദോഹ ഇന്റർനാഷണൽ, USA അല്ലെന്നൊരിയിൽ ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ ഉള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നിപ്പോൾ വാസ്തുവിന് പോലും നമുക്ക് എങ്ങും പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫ്രം എ വാട്സപ്പ് മെസ്സേജ്, നമുക്കൊരു വാട്സപ്പ് മെസ്സേജിൽ നിന്ന് നമുക്ക് അവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ അറിയാനും അവിടുത്തെ A to Z ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് ChatGPT, അതുപോലെ ജെമിനി, പല ടൂളുകളും ഫ്രീ ആണ്. അപ്പം നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അതുപോലെ വേണമെന്നില്ല നമുക്ക് IO.AI എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതിനകത്ത് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അല്ലെന്നൊരിയിൽ ക്യാൻവ AI എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഞാൻ ഈ ഒരു ലിങ്കൊക്കെ ഇതിനകത്ത് ഇട്ടേക്കാം. നിങ്ങൾ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം. ക്യാൻവ AI. അപ്പോൾ AI ഉപയോഗിച്ച് പല രീതിയിൽ പിക്ചർ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. അതുപോലെ അഡോബിൻ്റെ ഫയർഫ്ലൈ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഇതൊക്കെ നമുക്ക്, പിന്നെ ഫ്ലോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ വീഡിയോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എന്നൊരിൽ ഈ ക്ലീൻ പിക്ചർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ക്ലീൻ പിക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളുടെ ഒരു പിക്ചർ എടുത്തിട്ട് നമുക്കതിൻ്റെ ചില കാര്യങ്ങൾ മായ്ച്ച് കളയാനും എടുക്കാനും ഒക്കെ ഉള്ള പറ്റുന്നതായിട്ടുള്ള ഒരു ടൂളാണ്. അതുപോലെ app.vidNZ.com എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ഇത് നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ അല്ലാതെ എന്തെങ്കിലും ചെറുകിട വ്യവസായം എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെയായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ബോഷ് ഉണ്ടാക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ടെക്നോളജി നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് ₹1 കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നല്ല, മൾട്ടിപ്പിൾ ആപ്പുണ്ട്, ഒന്നിൽ കൂടുതൽ ആപ്പുണ്ട്. അതിന് വലിയ വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്നും വേണ്ട. 10ാം ക്ലാസ് പോലും പഠിച്ചാൽ മതി. ഇംഗ്ലീഷില്ല, മലയാളത്തിൽ പോലും ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അല്ലെന്നൊരു ഇംഗ്ലീഷ് ഒരുമാതിരി റൈറ്റ് ചെയ്യാനോ റീഡ് ചെയ്യാനോ അറിയാൻ മാത്രം, അല്ലെന്നൊരു വേറെ ഒന്നും വേണ്ട. അപ്പം ഇതിന് വേറെ ഈ പറഞ്ഞ മാതിരി വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത ആവശ്യമില്ല. അപ്പം നമ്മൾ അവിടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇത് ChatGPT ഒക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള രീതിയിൽ ഒരു കാര്യം ടൂളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രോംപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയും. പ്രോപ്പറായിട്ട് നമ്മൾ അവർക്ക് ഇൻപുട്ട് എന്താണ് വേണ്ടുന്നത്, നമ്മുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് കറക്റ്റ് എഴുതി ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഔട്ട്പുട്ടായിട്ട് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതെൻ്റെ ഒരു പാഷൻ കൊണ്ടാണ്. പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊച്ചിലെ മുതൽ ഓരോ ആൾക്കാരുടെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ എഴുതിയിട്ടേക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള പ്രത്യേകിച്ച് ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം, ബുധന്, ശനിയെ, ഇങ്ങനെയൊക്കെ ചില ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റിയാണ്. അങ്ങനെയുള്ളവർക്ക് 100% അസ്ട്രോളജി പഠിക്കാനുള്ള ഒരു സാഹചര്യം വരും. പ്രത്യേകിച്ച് കേതുവൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബർത്തിയാട്ടിലെ കേതുവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകിച്ച് ബുധൻ്റെ ഒക്കെ മേളിൽ കൂടെ ഒക്കെ ചില പാസ് ചെയ്യുന്നൊക്കെ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ളത് പഠിക്കാനൊക്കെ ഉള്ള യോഗം തന്നെ വരികയാണ്. നമ്മളത് പഠിച്ചിരിക്കും. അപ്പോൾ അത് 100%. ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ബുധൻ എന്ന് പറഞ്ഞാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ ഗ്രഹമാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രഹമാണ്, ബിസിനസ്സിൻ്റെ ഗ്രഹമാണ്, അതുപോലെ അസ്ട്രോളജിയുടെ ഗ്രഹമാണ്. അങ്ങനെ ബുധനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ടെക്നോളജിയുടെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആംഗിളിലുള്ള ആൾക്കാർക്ക് ഈ അസ്ട്രോളജിയൊക്കെ നല്ല രീതിയിൽ വാഴും. അതേമാതിരി ഒരുപാട് ഇങ്ങനെയുള്ള അറിവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനും ഒക്കെ ഉള്ള ഒരു ജിജ്ഞാസ, ക്യൂരിയോസിറ്റി, താല്പര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ 100% കണ്ടിരിക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ എൻ്റെ 35 വർഷത്തെ എക്സ്പീരിയൻസ് ആയി ഒരു കമ്പ്യൂട്ടർ ഫീൽഡിൽ മാത്രം മിനിമം, അതായത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ലിനക്സ്, യൂണിക്സ്, ആറങ്കോബോൾ, MS കോബോൾ,
പ്രോട്ടോകോൾ, പിന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കാത്ത ഫോട്ടോ പാസ്കൽ മുതൽ എല്ലാ കാര്യങ്ങളും മറ്റേ പറയാനും അല്ലെന്നിരി ഇന്നത്തെ ഈ പറഞ്ഞ ഈ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒരുപാട് കമ്പ്യൂട്ടർ അസംബ്ലി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ നമ്മൾ ഈ പറഞ്ഞ ബാക്കി A to Z അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒറാക്കിളെ VBA അങ്ങനെ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എല്ലാ കാര്യങ്ങളും അല്ലെന്നൊരു പവർ BI അതുപോലെ എക്സൽ VBA വെരി എക്സ്പെർട്ടാണ്. പവർ BIക്കകത്തും എക്സൽ VBAക്കകത്തും എല്ലാം ഒരു 2 വർഷത്തിന് നിങ്ങൾ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ പവർ BI അതുമല്ലെന്ന രീതിയിൽ ഈ പറഞ്ഞ എക്സൽ BBA ഒക്കെ പഠിച്ചവർക്ക് വിദേശത്ത് ജോലിയുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഡേറ്റാബേസ് കൊണ്ട് ആ കമ്പനിയുടെ ഓരോ കാര്യങ്ങളും അറിയാൻ അല്ലെന്ന രീതിയിൽ ഓരോ എത്ര ഇതുണ്ട് എത്ര ആ ഡേറ്റ വെച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഉണ്ടാക്കാൻ ആ ഗ്രാഫിൻ്റെ ഇത്ര ഏതൊക്കെ ഏരിയയിലുള്ള എത്രയൊക്കെ ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ ഇൻപുട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ പറയുന്ന ആപ്പും ഒക്കെ വെച്ചിട്ട് പറ്റും. അതുമാതിരി നമുക്ക് പ്രോഗ്രാം എഴുതിയിട്ട് നമുക്ക് ഓരോ എക്സലിലെന്നൊരു ഡേറ്റ ഉണ്ടാക്കി ആ ഡേറ്റ ഇങ്ങനെ ഓരോ രീതി ചെയ്യാനും മാക്രോ എന്ന് പറയുന്ന ഈ ടെക്നോളജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ എക്സൽ VBAക്കകത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തെടുത്തിട്ട് കഴിയുമ്പോഴത്തേനെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ അതുപോലും ഇന്ന് അപ്രസക്തമായെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ പറഞ്ഞു പോയത്. കാരണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ AI വളർച്ചയെന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു അറിയണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള എങ്ങനത്തെ ഒരു വെബ്സൈറ്റ് വേണം, അതിനകത്ത് എന്തൊക്കെ വേണമെന്നൊക്കെ ഉള്ളത് വരെ നമുക്ക് ഉണ്ടാക്കി തരാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിവിടെ നമുക്കുണ്ടെന്ന് പറയും. എല്ലാ ടൂളും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ എടുക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഒരു താല്പര്യമുള്ളവർക്കുണ്ടെന്ന് ഒരു നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ താല്പര്യം കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ അല്ലെന്നൊരു യൂട്യൂബ് റിലേറ്റഡ് അല്ലെന്നൊരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനോ ജനറലായിട്ട് ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് ഉണ്ടെന്നവരിൽ ഇവിടെ വാട്സപ്പ് നമ്പറുണ്ട്, ഇതിനകത്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങളും ഉൾക്കൊണ്ടില്ലെന്നവരിൽ പണ്ട് നമുക്ക് മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ തേടിപ്പോയ മനുഷ്യൻ്റെ കഥയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതം ഒരു കഥയായിട്ട് അവശേഷിക്കും. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അവയർനെസ്സിൻ്റെ കൂടെ ഭാഗമായിട്ട് ഈ വിഷുവിൻ്റെ ഒരു മുന്നറിയിപ്പും ഈ വസന്തത്തെ വരവേൽക്കുന്നതിൻ്റെ ഒരു കാര്യങ്ങളും ആ ഒരു രീതിയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആവശ്യകതയാണ് ഈ കാലഘട്ടത്തിൻ്റെ. അപ്പോൾ ഈ ഡിജിറ്റൽ ടെക്നോളജിയിലോട്ട് വഴിമാറേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒന്ന് നോക്കണം, നിങ്ങൾ ഒരിക്കലും വിചാരിക്കല്ലേ എൻ്റെ ഏജ് ഓവറായിപ്പോയെന്നൊന്നും വിചാരിക്കല്ലേ. കാരണം ക്യാപ്റ്റൻ മേനോനൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് 60-ാമത്തെ വയസ്സിൽ KFC സ്റ്റാർട്ട് ചെയ്യുന്ന 60-ാമത്തെ വയസ്സിലാണ്. അപ്പം ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനി പല യൂറോപ്യൻ കൺട്രിയിലൊക്കെ ജോലിക്ക് പോയിട്ടും പലതും പഠിക്കാൻ പോകുന്നതൊക്കെ 70-ാമത്തെ വയസ്സിലാണെന്നുള്ള വിചാരിക്കുക. അതുപോലെ യൂറോപ്യൻസിൻ്റെ കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ 45-ാമത്തെ വയസ്സിലായിരിക്കും അവർക്ക് ആദ്യ കുട്ടി ഉണ്ടാകുന്നത്, അല്ലെന്നൊരു കല്യാണം കഴിക്കുന്ന ആദ്യ ഫസ്റ്റ് മാരി. അപ്പോൾ അവർക്ക് വേറെ ടൈം പാസും കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഏജ് ഒരു ഫാക്ടേഴ്സ് അല്ല. ആ ഏജിനെന്ന് പറയാൻ നമ്മൾ എപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ അപ് ടു ഡേറ്റ് ആയിരിക്കൊണ്ടിരിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനുമുള്ള ഒരു തുര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇപ്പം നിസ്സാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ടെക്നോളജിയുടെ വളർച്ച കൊണ്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടേഴ്സിന് പോലും നാളെ പണി കുറയാനുള്ള ഒരു സാധ്യതയാണ്. കാരണം ഇപ്പോൾ അതുപോലെ ഈ ഷുഗർ പോലും ടെസ്റ്റ് ചെയ്യണമെന്നില്ല നമുക്ക് ഒരു മൊബൈൽ മാത്രം വെച്ചിട്ട് നമ്മുടെ പൾസോ എല്ലാം ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള ഒത്തിരി സംവിധാനം ഇന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് പക്ഷേ ഈ ഒരു അസ്ട്രോളജി സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ചെയ്യുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കത്തില്ലായിരിക്കും. കാരണം ഈ ഒരു സബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ പോലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇന്നത്തെ എന്ന് പറഞ്ഞാൽ $14 ബില്യൺ ഒരു ഇൻഡസ്ട്രി എന്നാണ് പറഞ്ഞത്. അതുമാതിരി 2030 ബാക്കി ഉള്ളതിനെ എല്ലാം കവച്ച് വെച്ച് ഇത് $20 ബില്യൺ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളരുമെന്ന് മനസ്സിലാക്കാം. അപ്പം എങ്ങനത്തെ കാലഘട്ടത്തിലാണ് ഈ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ജോബ് ഓപ്പർച്യൂണിറ്റി കുറയുന്ന സമയത്താണ് നമുക്ക് ചെയ്യാൻ ഇങ്ങനെയുള്ള ഇപ്പോൾ ആമസോണിൻ്റെ വളർച്ച ഡിജിറ്റൽ അല്ലെ ഫ്ലിപ്കാർട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വളർച്ചയെല്ലാം ഈ ഡിജിറ്റൽ ടെക്നോളജി. അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ ഇന്നത്തെ മോഡേൺ സംവിധാനത്തെ യൂസ് ചെയ്യണമെന്നുള്ള ഒരു ഉത്ബോധനം കൂടിയാണ് എൻ്റെ ഈ വിഷുവിൻ്റെ ആയിട്ടുള്ള. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ ഈ ഒരു AI വളർച്ച കൊണ്ട് അവിടെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ട്. കാരണം ഇപ്പോൾ US പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ AI ടെക്നോളജിയുടെ വളർച്ച കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഇതിനെ തണുപ്പിക്കാനും എടുക്കാനും കൂളിംഗ് ടെക്നോളജിക്ക് വേണ്ടി മാത്രമായിട്ട് ഇന്ന് സ്പെൻഡ് ചെയ്യുന്ന വാട്ടറിൻ്റെ അളവെന്ന് കഴിഞ്ഞാൽ 312 പോലെ
746 ബില്യൺ ഗ്യാലൻ ഇത്രയും വെള്ളം യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു അമ്പരപ്പിക്കുന്ന ഒരു കണക്കാണത്. അപ്പോൾ ഇവിടെ മനുഷ്യന് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു സിറ്റുവേഷനെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ എന്നൊരു എല്ലായിടത്തും ഈ ഞാൻ പറഞ്ഞ ടെക്നോളജി അനുസരിച്ച് നമുക്ക് മാറ്റപ്പെടണം. പണ്ട് ഇവിടെ അറിയാം, നമുക്ക് കമ്പ്യൂട്ടർ വന്നു എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിന് ഇതിന് എഗനിസ്റ്റ് വിപ്ലവം ചെയ്ത ആൾക്കാരെ കേരളം. അപ്പോൾ ആ ഒരു അന്ധതയിലാണ് ഒരുപാട് ആൾക്കാരെ ഇന്നും ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ മാറ്റങ്ങളെ 100% നമ്മൾ ഉൾക്കൊള്ളണം. അതിനനുസരിച്ച് നമ്മളും മാറണം. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകും. നമുക്കും ചെറിയ ചെറിയ വ്യവസായങ്ങളെ നമുക്ക് ഓൺലൈനിലാണെങ്കിലും ആമസോണിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കാനും എടുക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് നമുക്ക് തന്നെ ഉണ്ടാക്കാനും അതിനെ ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും, അല്ലെന്നൊരു നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട്, അല്ലെന്നൊരു യൂട്യൂബ്, അല്ലെന്നൊരു ഈ പറഞ്ഞ മാതിരി ഇൻസ്റ്റാഗ്രാം ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്തും അതിനകത്ത് നമുക്ക് ഓരോ പ്രൊമോഷൻ ചെയ്യാനും, അതേമാതിരി മെസ്സേജുകൾ തൗസൻഡ്സ് ഓഫ് മെസ്സേജ് വാട്സപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അയക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ടെക്നോളജി എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാം അപ് ടു ഡേറ്റ് ആകാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒന്ന് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഇഷ്ടമായെന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാതിരിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഹൈപ്പ് ഒന്ന് ഞെക്കുക. അപ്പോൾ അത്ര ഒന്ന് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ചാനലിനെ ഒരു ഉണർവായിരിക്കും. അതുപോലെ അസ്ട്രോളജി, വാസ്തു, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബൃഹനാടി, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഡീസിനായിട്ട് അതുപോലെ വാട്സപ്പ് അയക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷനോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന വരിയിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വിശ്വാസം. ബൈ.